നാദ് ഗ്രൂപ്പിൻ്റെ സിനിമയുടെ ഈ പൂജാകർമ്മത്തിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും, ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും മീഡിയ പേഴ്സൺസിനും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമസ്കാരം. വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം വെച്ചാൽ ഞങ്ങളുടെ കലാജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 87 കാലഘട്ടം മുതലുള്ള സൗഹൃദമാണ് ഞങ്ങളുടേത്. മിമിക്രി തുടങ്ങിയ കാലഘട്ടം. ഞാനിന്ന് ശരിക്കും മിമിക്രിക്ക് ഇന്ന് ആദർശ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ കാണാൻ പോയി നിന്നിട്ടുള്ള ആളാണ്. അതിനുശേഷം യാദൃശ്യമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുകയും പിന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളായിരിക്കും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങളുടെയൊക്കെ സ്നേഹത്തോടെ സപ്പോർട്ടോടെ ഞങ്ങൾ ഇവിടെ വരെ എത്തി. അതിന് സർവേശ്വരനോടും പ്രിയപ്പെട്ട പ്രേക്ഷകരോടും മാധ്യമങ്ങളോടൊക്കെ വലിയ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നാദിർ ഷാ സംവിധായകനായി, ഞാനാണ് സംവിധാനം പഠിക്കാൻ പോയതെങ്കിൽ സംവിധായകനായിരുന്നു നാദിർ ഷാണ്. ഞാൻ അഭിനയത്തിലേക്ക് തിരിഞ്ഞു. പക്ഷെ ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ നാദിർ ഷാ ആദ്യത്തെ സിനിമ എന്നെ വെച്ച് സംവിധാനം ചെയ്യുന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ കഥകളും സിനിമകളൊക്കെ മാറി ആ സിനിമ ഒന്ന് നിർമ്മിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോൾ അത് ആൽബിനെ എടുത്തുകൊണ്ട് പോയി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ സിനിമ, കഴിഞ്ഞ മുമ്പത്തെ സിനിമ എന്ന് വെച്ചാൽ നാദിർഷയുടെ രണ്ടാമത്തെ സിനിമ നമ്മൾ തന്നെയാണ് നിർമ്മിച്ചത്. കട്ടപ്പനയിലെ ഋതിക് റോഷൻ. അതിൽ ഞങ്ങൾക്ക് കൂട്ടിന് ഡോക്ടർ സക്രിയ തോമസ് ഉണ്ടായിരുന്നു. അതിനുശേഷം കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സജി പാടൂരിൻ്റെ കഥയാണ് നമ്മൾ ഇത്തവണ എടുത്തിരിക്കുന്നത്. നാദിർഷയുടെ കഴിഞ്ഞ സിനിമകളിൽ നിന്ന് വേറൊരു തരത്തിലുള്ള സിനിമ തന്നെയാണ്. ഭയങ്കര എന്താ പറയുക, ഒരു ഗ്രാമത്തെ ബേസ് ചെയ്ത് വേറൊരു തരത്തിലുള്ള സിനിമയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മൾ തമാശയും കാര്യങ്ങളൊക്കെ നിറഞ്ഞ നമ്മുടെ മുമ്പിൽ കാണുന്ന കഥാപാത്രങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതിൽ ഒരുപാട് താരനിരയുണ്ട്. ഈ സിനിമ ഗംഭീരമാവാൻ നന്നായിട്ട് ഞങ്ങൾക്കത് ജോലി ചെയ്യാനും ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ആവശ്യമാണ്. നിങ്ങളുടെ ഈ സ്നേഹം ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവണം. ഈ സിനിമയെ വലിയ വിജയമാക്കി തരണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഈശ്വരനും നന്മകളും. ഇത് ഞാൻ ഷൂട്ടിങ് പോലും ഒഴിവെടുത്തുനിന്ന് വന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ്. നാദിർഷയുടെ ഹിറ്റായ പടങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചത് ഞാനാണ്. ഇതിന് ആവശ്യം നമുക്കുമില്ല. അപ്പൊ ഞാൻ തന്നെ പറയേണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ട് മാത്രം പറയുന്നതാണ്. അപ്പൊ ഈ പദം സൂപ്പറാണല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ, പ്രാർത്ഥിച്ചാണല്ലോ. അപ്പോ എൻ്റെ 2 സ്നേഹിതന്മാർ ഈ ചിത്രത്തിൽ ഞാനും അഭിനയിക്കുന്നുണ്ട്. എൻ്റെ 2 സ്നേഹിതന്മാരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ദിലീപും രാധശ്രീയും. അപ്പോൾ ഞാൻ എന്നെ ബുക്ക് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു ആരാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ രാധശ്രീയോട് പറഞ്ഞു ഞാൻ 2 പേരും കൂടിയാണ്. അപ്പോൾ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അപ്പോൾ തന്നെ തീരുമാനമായി.
നല്ല ഉറപ്പും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വളരെ അതെ അദ്ദേഹത്തിന്റെ ഞാനൊരു ദൂരമാക്കി തരാം. അപ്പോ ഈ ചിത്രം ഇനിയും ഒരുപാട് ചിത്രങ്ങൾ സംവിധാനം ചെയ്യാനും ഒരുപാട് ചിത്രങ്ങൾ നിർമ്മിക്കാനും ഒരുപാട് ചിത്രങ്ങളിൽ എനിക്ക് അഭിനയിക്കാനും സർവശക്തൻ ഇവർക്കും എനിക്കും അവസരം ഉണ്ടാക്കി തരട്ടെ. അതുവരെ പൂജക്ക് വരാൻ നിങ്ങൾക്കും അവസരം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. നാദൃശ്യങ്ങളുടെ ഒരു വോട്ടിന്റെ ഭാഗമാകാൻ കഴിയുന്നതിൽ വീണ്ടും വിജയത്തിന് അഭിനയിക്കാൻ കഴിയുന്നതിൽ ഇതൊരു വിജയ ചിത്രമായിരിക്കും എന്നുള്ളത് സിനിമയുടെ പറഞ്ഞതുപോലെ നമുക്കെല്ലാം ഉറപ്പുള്ള കാര്യമാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അതൊരു ഭാഗമാകാൻ വേണ്ടിയും ഇവിടെ വരാൻ കഴിയുന്നതിൽ അവസരം തന്നതിന് ദൈവത്തിനോട് നന്ദി പറയണം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കണ്ട പണിക്ക് ശേഷം വീണ്ടും നാദൃശ്യത്തിലെ സിനിമയിൽ കൊണ്ടുപോകാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ ഈ സിനിമ വലിയൊരു വിജയമാവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. താങ്ക് യു സോ മച്ച്. ധാരാളം പറയുന്നില്ല, കുറ്റവാക്കി ഇതൊരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ദിലീപേട്ടൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുന്നതിന് ഞാൻ ആശംസയോട് എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. ദിലീപേട്ടനെ നാഷിക ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നാഷിക ഡയറക്റ്റ് ചെയ്യുന്നു, ഇതിലൊരു നല്ല വേഷം ചെയ്യുന്നുണ്ട്. ഒരു വലിയ വിജയമാവട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. ദിലീപേട്ടൻ്റെ